ബ്രഹ്മാവ് ഇരിക്കണത് ഒരു താമരപ്പൂ പോലെ മനസ്സിലായി. പക്ഷെ ഈ താമര എവിടെ നിന്ന് വന്നു? അതറിയണം തോന്നി. ചെറിയ രൂപമെടുത്തു. ആ താമരത്തണ്ടിലൂടെ അനവധി കാലം താഴത്തേക്ക് ഇറങ്ങി. എത്ര ഇറങ്ങിയിട്ടും തൻ്റെ ഉദ്ഭവസ്ഥാനം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത്ര തന്നെ കാലം മുകളിലേക്ക് വന്നു. ആകെ വിഷമായി. വിഷമിച്ച് ഒരു ഭാഗത്തിങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രഹ്മദേവർ ശ്രദ്ധിച്ചത്, ഒരു ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. 16-ാമത്തെയും 21-ാമത്തെയും അക്ഷരം ഒഴിവ് കിട്ടുമ്പോൾ എണ്ണി നോക്കുക. 16 ത, 21 പ. അപ്പൊ ഇദ്ദേഹം കേട്ട ശബ്ദം എന്താ? ത പ ത പ തപ 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 തപസ്സിയോ തപസ്സിയോ തപസ്സിയോ. ഇനി എന്താ ഈ തപ എന്ന് വെച്ചാൽ? തപസ് വെച്ചാൽ എന്താ? ഏകാദശത്തിലെ 19-ാമത്തെ അധ്യായത്തിൽ ഈ ശബ്ദങ്ങളുടെ വ്യാഖ്യാനം ഉണ്ട്. ഈ തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമ ത്യാഗ തപസ്മൃത എന്ന് പറയും. അപ്പൊ ഈ ആഗ്രഹങ്ങളെ സന്തോഷത്തോടു കൂടിയിട്ട് മാറ്റി വെക്കണേന് ഈ തപസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യണത് നല്ല തപസ്സാണ്. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇവിടെ വന്നിരിക്കണം. അറിയുന്ന പോലെ പറഞ്ഞിട്ടേ ഇവിടുന്ന് എണീറ്റ് പോകാൻ പറ്റുള്ളൂ. എന്നാൽ നിങ്ങളെപ്പോലുള്ള സജ്ജനങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്, ഇത് കേൾക്കുന്നുണ്ട് അല്ലേ? അത് വലിയൊരു തപസ്സാണ്. നിർബന്ധം ഉണ്ടായിട്ടല്ല. എന്നാലും ഇതിരുന്ന ഭാഗവതം ഈ ഒരു 9 ദിവസത്തോളം ക്ഷമയോടുകൂടി ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അത് വലിയ തപസ്സാണ്. ഈ മനസ്സുകളെ ഈ ഒരു സന്ദർഭത്തിൽ നമസ്കരിക്കുകയാണ്. ഏറ്റവും വലിയ തപസ്സാണ്. ഇവിടെ ബ്രഹ്മാവ് തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്ത സമയത്ത് അദ്ദേഹം വൈകുണ്ഠത്തിലെത്തി എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, തപസ് ചെയ്തപ്പോൾ ഇദ്ദേഹം വൈകുണ്ഠത്തിലെത്തി എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താ എന്ന് മനസ്സിലാക്കേണ്ടത്? കാമത്യാഗ. നമ്മുടെ ഉള്ളിന്ന് ഈ ആഗ്രഹങ്ങൾ മുഴുവൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇത് വൈകുണ്ഠായില്ലേ? വേറെ എവിടെയും പോണോ? ഇത് വൈകുണ്ഠായി. കുണ്ഠതയില്ലാത്ത ഇടമായിട്ട് കഴിഞ്ഞു, തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഈശ്വര ദർശനം ഉണ്ടായത്. ആ ഭഗവാനെ കണ്ടു. ആ ഭഗവാനെ കണ്ട മാത്രമേ ഭഗവാൻ ഒരു പ്രസാദം കൊടുത്തു ഈ ബ്രഹ്മാവിന്. ആ പ്രസാദമാണ് ഈ ഭാഗവതം, ആദ്യത്തെ ഭാഗവതം. ആ ഭാഗവതത്തിന്റെ പ്രത്യേകതയുണ്ട്. ചതുശ്ലോകി ഭാഗവത എന്ന് പറയാം. വെറും 4 ശ്ലോകത്തിലുള്ളതായിരിക്കുന്ന ഒരു ഭാഗവത. വെറും 4 ശ്ലോകം. ആ ചതുശ്ലോകി ഭാഗവത്തിന്റെ ആശയം പഠിക്കാൻ, അർത്ഥമല്ലേ, ആശയം പഠിക്കാൻ പൂർവകാല ആചാര്യന്മാര് ഒരു എളുപ്പ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. 4 വാക്കുകളൊന്ന് ഓർത്തു വെച്ചാൽ മതി. എന്നാൽ ഇതിൻ്റെ ആശയം എളുപ്പത്തിൽ പഠിക്കാം. 1 ത്രിസത്യം, 2 പ്രളയം, 3 സ്ഥാനം, 4 അവസ്ഥ. അപ്പൊ ഏതൊക്കെ വാക്കുകൾ? ത്രിസത്യം, പ്രളയം, സ്ഥാനം, അവസ്ഥ. ഇനി ഓരോന്നായിട്ട് നോക്കാം. ഇപ്പൊ ത്രിസത്യം. ത്രിസത്യം എന്ന് പറഞ്ഞാൽ ത്രികാലങ്ങളിലും സത്യമായത് ഏതൊന്നോ അത് എന്നാണ്. അപ്പോൾ ത്രികാലങ്ങളിലും സത്യമായത് ഒന്ന് മാത്രമേ ഉള്ളൂ. അത് സാക്ഷാൽ ഭഗവാന്. നമ്മളൊക്കെ ഉണ്ട്, ഇന്നുണ്ട്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല, ഭാവിയിൽ ഉണ്ടാവട്ട് പോണുമില്ല. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിന് പറയാനുള്ള എന്താ? ശ്രദ്ധയുണ്ടാവണം. ഏതിലാണ് ശ്രദ്ധയുണ്ടാവേണ്ടത്? അന്നും ഇന്നും എന്നും ഒരേപോലെയുള്ള ആ പരമസത്യത്തിൽ വേണം ശ്രദ്ധയുണ്ടാവാൻ. ഇനി അടുത്ത പ്രളയമാണ്. പ്രളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. പ്രഹർഷേണയുള്ളതായിരിക്കുന്ന ലയം. അപ്പൊ പലതും മാറി 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 വരുന്നുണ്ട് ഇവിടെ. എന്നാൽ എന്തൊക്കെ മാറി വന്നു കഴിഞ്ഞാലും മാറാത്തതായിരിക്കുന്ന ഒന്നുണ്ട്. ആ ഒന്നിലാണ് എപ്പോഴും ശ്രദ്ധയുണ്ടാവേണ്ടത്. പഴയ കാലത്ത് ഇപ്പൊ ഗുരുവായൂരൊക്കെ പോയവർക്ക് അറിയാം, പണ്ട് അങ്ങനെയൊന്നും ഇന്നത്തെ പോലെയൊന്നും അല്ലല്ലോ. പോയി കഴിഞ്ഞാൽ പരമാവധി ഒരു 15 മിനിറ്റ് കൊണ്ട് തൊഴുത്തും കേട്ട് ഇറങ്ങാം. എന്നാൽ ഇന്നാണെങ്കിൽ മണിക്കൂറുകൾ നിന്നാലും തൊഴാൻ വലിയ പ്രയാസം. ഇനിയും കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യേണ്ടി വരും. ഇന്നിപ്പോൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ദർശനം കിട്ടും, അല്ലെ അകത്ത് കയറി തൊഴാം. എപ്പോഴാ? ഒരു 10 കൊല്ലം കഴിഞ്ഞ ഒരു ഡേറ്റ് തരും. അന്ന് ഭാഗ്യം ഉണ്ടെങ്കിൽ പോവാ. അങ്ങനെയൊക്കെ ആയിക്കൂടാന്ന് ആര് കണ്ടു? ഒന്നും പറയാൻ പറ്റില്ല.
അപ്പോൾ എന്നാൽ അന്നും ഇന്നും എന്നും മാറാതെ ഒരാളെ അവിടെയുള്ളൂ, അത് ഗുരുവായൂരപ്പനാ. ആ ഗുരുവായൂരപ്പൻ എന്താ മാറ്റമുള്ളത്? ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് ഭഗവാൻ ഒരു പേരുണ്ട്, അവ്യയൻ. സഹസ്രനാമത്തിലൊരു നാമ അവ്യയായ നാമ. വ്യയം എന്ന വാക്കിന്റെ അർത്ഥം മാറ്റം. അപ്പൊ അവ്യയം എന്ന് വെച്ചാൽ മാറ്റത്തിന് വിധേയമാവാത്തത്. അപ്പോൾ ശ്രീമദ് ഭാഗവതം നമ്മളോട് പറയണത് വെച്ചാൽ ഈ മാറിക്കൊണ്ടിരിക്കുന്ന വിഭൂതികളില്, മാറിക്കൊണ്ടേയിരിക്കുന്ന വസ്തുക്കളിൽ ശ്രദ്ധ പോവരുതേ. അപ്പൊ എന്തിനാ ശ്രദ്ധ ഉണ്ടാവേണ്ടത്? അതിനകത്ത് മാറ്റമില്ലാത്ത ഒന്നുണ്ട്. ആ ഒന്നിലാണ് എപ്പോഴും ശ്രദ്ധ ഉണ്ടാവേണ്ടത്. ഇവിടെ ഈ കാണുന്ന ശരീരം, ഇത് പണ്ട് ഇങ്ങനെയല്ല, ഇന്ന് മാറ്റം വന്നിട്ടുണ്ട്. ഇനി ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ ഇനിയും മാറ്റം വരും. എന്നാൽ അന്നും ഇന്നും എന്നും മാറാത്തതായിട്ട് ഇതിനകത്തുനിന്ന് ആത്മചൈതന്യാണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധയുണ്ടാവേണ്ടത് അതിലാണ് എന്ന് അർത്ഥം. ശ്രദ്ധിക്കാം. ഇനി തൻ്റെ സ്ഥാനം എവിടെയാണെന്നാണ്. സ്ഥാനം എവിടെയാ? അകത്തും പുറത്തും. ഭാഗവതം പല ആവർത്തി പറയുന്നുണ്ട്, അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാവസ്ഥിതഃ സദാ ഹരി സർവേഷു ഭൂതേഷു. പല പല ഘട്ടങ്ങളിൽ പല പല ശൈലികളിൽ പറയുന്നുണ്ട്. മാം ഏവ സർവഭൂതേഷു ബഹിരന്തരപാവൃതം. ഞാൻ മാത്രമാണ് ഒരുപോലെ അകത്തും പുറത്തും ഒരേപോലെ നിറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശ്രീമദ് ഭാഗവതം നമ്മളോട് പറയണത് അകത്തുള്ളതിൽ മാത്രം ശ്രദ്ധ പോകരുത്, പുറത്തുള്ളതിൽ മാത്രം ശ്രദ്ധ പോകരുത്. എന്തൊന്നാണോ അകത്തും പുറത്തും ഒരേപോലെ ഉള്ളത്, ആ ഒന്നിലാണ് എപ്പോഴും എന്തുണ്ടാവേണ്ടത്? ശ്രദ്ധയുണ്ടാവേണ്ടത്. ഏറ്റവും അവസാനമായിട്ട് അവസ്ഥയാണ്. താനാരാ? സാക്ഷിയാണ്. സർവത്തിനും സാക്ഷിയാണ്. ഞാൻ എല്ലാം അറിയുന്നുണ്ട്, ഞാനേ എല്ലാം അറിയുന്നുള്ളൂ, ഞാനേ എല്ലാം കാണുന്നുള്ളൂ. അപ്പൊ സർവത്തിനും സാക്ഷിയാണ്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞ, ഇപ്പൊ രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയുന്നൊരു വാക്കാണ് സുഖമായിട്ട് ഉറങ്ങി. ആട്ടെ, ഈ ഉറങ്ങിയ ആള് എങ്ങനെയാ അറിഞ്ഞത് ഉറക്കം സുഖമായി എന്ന്? ഈ ഉറങ്ങിയ ആൾ വല്ലതും അറിയില്ല. എന്നാലും ഈ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയണ്ടേ, അതിൻ്റെ അർത്ഥം ഒരാള് ഇവിടെ ഉറങ്ങാതെ ഉണ്ട് എന്നാണ്. അപ്പൊ സദാ ജാഗ്രതയോട് കൂടിയിട്ട് ആ ഒന്നുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധയുണ്ടാവേണ്ടത് ആ ജാഗ്രതയോട് കൂടി ഇരിക്കുന്ന, അത് ഉറങ്ങിയ പിന്നെ എണീക്കേണ്ടി വരില്ല. അപ്പോൾ ആ സദാ ജാഗ്രതയോട് കൂടി ഇരിക്കുന്ന ആ ഒന്നിലാണ് എപ്പോഴും ശ്രദ്ധയുണ്ടാവേണ്ടത്. ഇത് ഭാഗവതം. ഈ 4 എണ്ണാണ് 7 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 9 ദിവസം കൊണ്ട് പല പല കഥകളുടെ പിൻബലത്തിലൂടെ ഇവിടെ വ്യത്യസ്ത മുഖങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാനായിട്ടുള്ളത്. ഈ ഭാഗവതം ഓരോ അധ്യായം കഴിയുമ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം, ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ. മഹാപുരാണം. അപ്പൊ ഒരു പുരാണം മഹാപുരാണമായിട്ട് തീരണമെങ്കിൽ 10 ലക്ഷണങ്ങൾ തികയണം. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനം, നിരോധം, മുക്തി, ആശ്രയം. അപ്പൊ ഈ 10 ലക്ഷണങ്ങൾ തികഞ്ഞ ഒരു ഗ്രന്ഥമായതുകൊണ്ടാണ് ഇതൊരു മഹാപുരാണമായിട്ട് തീർന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ദ്വിതീയ സ്കന്ധവും അവിടെ കഴിയുന്നത്. ഇനി നമ്മുടെ ഈ സമയത്തെ വിഷയമായിരിക്കുന്ന വരാഹാവതാരത്തിലേക്ക് പതുക്കെ അങ്ങോട്ട് പ്രവേശിക്കാം. തൃതീയ സ്കന്ധം. ഈ തൃതീയത്തിന്റെ ആദ്യ ഭാഗത്തിന് നമ്മളെ ഭാഗവതം കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു പഴയ ചരിത്രത്തിലേക്കാണ്. മഹാഭാരത യുദ്ധത്തിന് തൊട്ട് മുമ്പുണ്ടായതായ ഒരു കഥ. ഈ മഹാഭാരത യുദ്ധത്തിന് തൊട്ട് മുമ്പ് ഭഗവാൻ കൃഷ്ണൻ ഈ പാണ്ഡവരുടെ ദൂതനായിട്ട് പോകുന്നുണ്ട്. എന്തിനാ? ഈ യുദ്ധം ഒഴിവാക്കാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ യുദ്ധത്തിന്റെ തീയതി അടക്കം നിശ്ചയിച്ചിട്ടാണ് ഭഗവാൻ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. ഈ ഭഗവാനെ പിടിച്ചു കെട്ടാനുള്ള ആജ്ഞയൊക്കെ ദുര്യോധനൻ പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്തു. ഈ ഭഗവാനെ പിടിച്ചു കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ പണ്ടൊരു യശോദാമ്മയ്ക്ക് ഈ പ്രേമമാകുന്ന കയറുകൊണ്ട് പറ്റിയുണ്ട്. ഈ ബലം കൊണ്ടും അഹങ്കാരം കൊണ്ടും ഒന്നും ആ കണ്ണനെ പിടിച്ചു കെട്ടാൻ സാധിക്കില്ല, ഭഗവാനെ പിടിച്ചു കെട്ടാനൊന്നും സാധിക്കില്ല. ഭഗവാൻ തൻ്റെ ആ രൂപം, ആ വിശ്വരൂപ ദർശനം ഉണ്ടായി. പക്ഷെ അത്
കാണാനുള്ളതായിരിക്കുന്ന ഭാഗ്യം വേണ്ടേ? അത് കാണാനുള്ള യോഗം വേണ്ടേ? ഉണ്ടായി. ആർക്കുണ്ടായത്? വിരലിലെണ്ണാവുന്ന ചിലർക്ക് മാത്രമാണ് ആ ഭഗവാന്റെ രൂപം കാണാനുള്ളതായിരിക്കുന്ന ഒരു ഭാഗ്യം ഉണ്ടായത്. വിതുരർക്കുണ്ടായി, ദ്രോണർക്കുണ്ടായി, ഭീഷ്മർക്കുണ്ടായി. വേറെ ആർക്കും ആ രൂപം കാണാനുള്ള യോഗഭാഗ്യമൊന്നും ഉണ്ടായില്ല. ബാക്കിയുള്ളവരൊക്കെ അവിടുന്ന് പേടിച്ചിറങ്ങി ഓടുക ചെയ്തത്. എന്നാൽ ധൃതരാഷ്ട്രർ അന്ധനാണ്, ആരോഗ്യം കുറച്ച് കുറവാണ്. എന്നാൽ അദ്ദേഹത്തിന് അങ്ങനെ എണീറ്റ് ഓടാൻ പറ്റുമോ? പറ്റില്ല. ഇദ്ദേഹം അവിടെ ഇങ്ങനെ ഇരിക്കേണ്ട, ഏകനായിട്ട് ആ സഭയിൽ ഇങ്ങനെ ഇരിക്കേണ്ട. അപ്പോഴാണ് ലേശം കഴിഞ്ഞപ്പോൾ ഈ വിതുരര് പതുക്കെ അങ്ങോട്ട് കയറി വരുന്നത്. ഈ കാൽപ്പെരുമാറ്റം കേട്ട സമയത്ത് മനസ്സിലായി അത് വിതുരരാണ് എന്ന് മനസ്സിലായി. ചോദിക്കണുണ്ട്, വിതുരരല്ലേ എന്ന് ചോദിക്കണുണ്ട്. അതെ. അല്ല, എന്താപ്പോ ഇവിടെ ഉണ്ടായത്? ഇപ്പൊ എന്താ ഉണ്ടായത്? എന്താ പറയാ? എന്തൊക്കെയാണോ ഉണ്ടാവാൻ പാടില്ലാത്തത് അതൊക്കെ ഉണ്ടായി. അപ്പൊ യുദ്ധം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണോ? അപ്പൊ യുദ്ധം ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാ. അപ്പൊ ആ യുദ്ധമൊക്കെ ഒന്ന് ഒഴിവാവണ്ടേ? എന്താ ഇപ്പൊ ചെയ്യുക? ഈ ധൃതരാഷ്ട്രക്ക് ഈ പലതും ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ പുത്രാനുരാഗ വിഷമ, ഈ കുട്ടികളോട് ഈ അമിതമായ ഒരു സ്നേഹം, ഒരു പരിധിയിൽ കൂടുതലുള്ള സ്നേഹം വേണ്ടെന്നല്ല, പക്ഷെ അതൊരു പരിധിയിൽ കൂടുതലുള്ള ഒരു ആസക്തി അദ്ദേഹത്തിനുള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, മഹാഭാരത ഒരു ശ്ലോക, ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി, ജാനാമ്യധർമ്മം നചമേ നിവൃത്തി, കേനാപി ദേവേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി. നമ്മൾ ഓരോരുത്തരുമാകുന്ന ധൃതരാഷ്ട്രരുടെ അവസ്ഥയാണ്. ജാനാമി ധർമ്മം, ധർമ്മം എന്താന്ന് അസലായിട്ട് അറിയാം. പക്ഷെ എന്തേ കുഴപ്പം? നചമേ പ്രവൃത്തി, അത് ഈ പ്രവൃത്തിയിൽ കാണിക്കുന്നില്ല, അല്ലെ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ജാനാമി അധർമ്മം, അധർമ്മം എന്താ? ഈ അധർമ്മം എന്താന്നും നന്നായിട്ട് അറിയാം. പക്ഷേ നചമേ നിവൃത്തി, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണ്ടേ, അങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് തന്നെയാണ് വേണ്ടത് എന്നൊക്കെ പറയാനുള്ള ഒരു മിടുക്കുണ്ട്. പക്ഷേ അത് സ്വന്തം ജീവിതത്തില് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം. കേനാപി ദേവേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി. എൻ്റെ ഉള്ളിൽ ഒരാൾ പ്രകാശിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ആ ബോധമൊക്കെ ഉണ്ട്. എൻ്റെ ഉള്ളില് ഒരാൾ പ്രകാശിക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് പറയുന്നുവോ, അല്ലെങ്കിൽ അദ്ദേഹം എപ്രകാരമാണോ ഈ ഉള്ളിൽ തോന്നിപ്പിക്കണത്, യഥാ നിയുക്തോസ്മി തഥാ കരോമി, അപ്രകാരം ഞാനിതാ ഇവിടെ ചെയ്ത് ഇങ്ങനെ പോകണം. എന്തൊക്കെയോ ചെയ്യണ്ടേ, എന്തൊക്കെയോ പറയണ്ടേ, ഇതൊക്കെ നമ്മുടെ അവസ്ഥയാണ്. അപ്പൊ നമുക്കിപ്പോൾ ഒന്ന് മാത്രമേ നിർവാഹമുള്ളൂ, എന്താ വെച്ചാൽ ആ ഭഗവാനോട് പറയാ, ഒന്ന് കൈപിടിച്ച് നേരെ നടത്തിക്കണേ, ആ ഒരു ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കണേ എന്ന് ആ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. പൃഥുമഹാരാജാവ് പറയുന്നുണ്ട് ഭഗവാനോട്, യഥാചരേത് ബാലഹിതം പിതാസ്വയം തഥാ, ഞങ്ങളുടെ കാര്യമൊക്കെ നോക്കണമെന്നാ. അപ്പൊ ഞങ്ങളെ കൊണ്ട് നടക്കുക. എങ്ങനെ കൊണ്ട് നടക്കുക? ഒരു അച്ഛൻ എങ്ങനെയാണോ, ശ്രദ്ധിക്കുക, ഒരു അച്ഛൻ എങ്ങനെയാണോ ഒരു മകനെ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് അവന്റെ കൈപിടിച്ച് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കണത്, അതേപോലെ നമ്മുടെയൊക്കെ കൈപിടിച്ച് ആ ഒരു പരമലക്ഷ്യത്തിലേക്ക് എത്തിക്കണേ എൻ്റെ ഗുരുവായൂരപ്പാന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അന്ധനായിരിക്കും ധൃതരാഷ്ട്രർ ചോദിച്ചു, വിതുര, യുദ്ധം ഉണ്ടാവും അല്ലേ? ഉണ്ട്, യുദ്ധം ഉണ്ടാവും. ആ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്തായിരിക്കും? അതിൻ്റെ ഫലം അങ്ങയുടെ മക്കള് ഒരൊറ്റൊന്നും ബാക്കി ഉണ്ടാവില്ല. ആട്ടെ, ഈ യുദ്ധമൊക്കെ ഒന്ന് ഒഴിവാവണം. ആ യുദ്ധമൊക്കെ ഒന്ന് ഒഴിവായിട്ട് സുഖമായിട്ട് കഴിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? മാർഗമൊക്കെ ഉണ്ട്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേക്ക് മനസ്സിലാവുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇത് ശ്രീമദ് ഭാഗവതത്തെക്കാൾ കൂടുതൽ മഹാഭാരതമാണ് ഈ രംഗം ഒന്നുകൂടെ വിസ്തരിക്കുന്നത്. ശ്രീമദ് മഹാഭാരതത്തിലെ
ഉദ്യോഗപർവം 32-ാമത്തെ അധ്യായം. അവിടെ അത് മുതൽക്ക് ഈ വിതുര നീതി എന്ന് പറയാ, ഈ വിതുരരെ പകർന്നു കൊടുക്കുന്നതാണ് മഹാഭാരതത്തിനകത്ത് അതിഗാംഭീര്യമുള്ള 3-4 പ്രകരണങ്ങളുണ്ട്. അതിലൊന്ന് ഭഗവത്ഗീതയാണ്, വളരെ പ്രസിദ്ധമാണ്. പിന്നെ വിഷ്ണു സഹസ്രനാമാണ്. പിന്നീട് ഈ വിതുര നീതിയാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ വിതുര മഹാശയൻ ധൃതരാഷ്ട്രക്ക് വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുക്കണ്ടേ. എന്നാ ഒന്നോ രണ്ടോ മാത്രം നമുക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇവിടെ എന്താ? സുഖമായിട്ട് കഴിയണം, അല്ലേ? ഈ സുഖമായിട്ട് കഴിയാൻ എന്താ മാർഗം? ഏകയാദ്വേ വിനിശ്ചിത്യ ത്രീം ചതുർഭി വശേ കുരു പഞ്ചജിത്വാ വിദിത്വാ ഷഡ് സപ്തഹിത്വാ സുഖീ ഭവ. മറക്കണ്ട, സപ്തഹിത്വാ സുഖീ ഭവ. അപ്പൊ എങ്ങനെയാ സുഖമായിട്ട് കഴിയുക? നല്ല എളുപ്പത്തില് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണേ, 1 കൊണ്ട് 2 അറിഞ്ഞ്, 4 കൊണ്ട് 3 വശത്താക്കി, 5 ജയിച്ച്, 6 മനസ്സിലാക്കി, 7 ഉപേക്ഷിച്ചാൽ സപ്തഹിത്വാ സുഖീ ഭവ. സുഖായി എന്ന് പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകൂടി പറയാം. 1 കൊണ്ട് 2 അറിഞ്ഞ്, 4 കൊണ്ട് 3 വശത്താക്കി, 5 ജയിച്ച്, 6 മനസ്സിലാക്കി, 7 ഉപേക്ഷിച്ച സുഖീ ഭവ. ഇപ്പൊ മനസ്സിലായോ? 1 കൊണ്ട് 2 അറിയാൻ ഏകയാദ്വേ വിനിശ്ചിത്യ. അപ്പൊ 1 കൊണ്ട് 2 ഉറപ്പിക്കണം. അപ്പൊ 2 എന്ന് പറഞ്ഞാൽ എന്താ? 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടതും വേണ്ടാത്തതും. അപ്പൊ ഈ വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാൻ 1 ഉണ്ടാവണം. ആ 1 ഏതാ? ആ 1 ബുദ്ധി. ത്രീം ചതുർഭി വശേ കുരു എന്ന് പറഞ്ഞു. അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ 4 കൊണ്ട് 3 വശത്താക്കുക. 4 എന്ന് വെച്ചാൽ നയങ്ങളാ: സമ, ഭേദ, ദാന, ദണ്ഡ. ഇനി 3 വശത്താക്കാൻ പറഞ്ഞു. 3 എന്ന് പറഞ്ഞാൽ ഈ ഒരു സമൂഹം തന്നെയാണ്. അപ്പൊ ഈ സമൂഹത്തിലാകെ 3 കൂട്ടർ ജനങ്ങളേ ഉള്ളൂ. ആരെയും 3 കൂട്ടർ ജനങ്ങള്? ബന്ധു, ശത്രു, ഉദാസീന. അപ്പൊ ഈ 4 കൊണ്ട് 3 വശത്താക്കുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താ വെച്ചാൽ, നമ്മളൊരു സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്. അപ്പൊ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കാം. പണം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പ്രതാപം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അധികാരവും കയ്യൂക്കും എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതൊന്നും ഇല്ലാച്ചിട്ട് ജീവിതത്തിൽ അത് അയോഗ്യതയൊന്നുമല്ല. എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് പെരുമാറാൻ അറിയില്ല. ഒരു സമൂഹത്തിൽ ഒന്ന് പെരുമാറാൻ അറിയില്ലെങ്കിൽ ഈ പറഞ്ഞൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യമുള്ള? ഇനി ഇതൊന്നും ഇല്ലെങ്കിലും പെരുമാറാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു സമൂഹത്തിൽ പെരുമാറാൻ പറ്റുന്നുണ്ടെങ്കിൽ തല ഉയർത്തി ശ്മശാനം വരെ പോവാം, ഒരു വിഷമവും ഇല്ല. ഇതാണ് 4 കൊണ്ട് 3 വശത്താക്കുക എന്ന് പറഞ്ഞത്. അടുത്തത് പഞ്ചജിത്വ എന്ന് പറഞ്ഞു. 5 ജയിക്കണം. 5 എന്താന്ന് പ്രത്യേകം പറയൊന്നും വേണ്ട, പല ഘട്ടങ്ങളിൽ നാം കേൾക്കുന്നതാണ്, അറിയുന്നതാണ്. പഞ്ചേന്ദ്രിയങ്ങൾ. അപ്പൊ ഇന്ദ്രിയങ്ങളെ ജയിക്കാനായിട്ട് സാധിച്ചിരിക്കണം. ഇന്ദ്രിയങ്ങളെ തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചിരിക്കണം. വിദിത്വാഷട്ട് 6 നന്നായിട്ട് മനസ്സിലാക്കും വേണം. യുദ്ധനീതിയിൽ മറ്റൊന്ന് പറയും, പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് മറ്റൊരു ശൈലി പറയാം. ഷഡ്ഭാവങ്ങളാണ്. ഷഡ്ഭാവങ്ങൾ വെച്ചാൽ ജന്മം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം. ഇതിനെ മനസ്സിലാക്കാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ജന്മാദ്യ ഷഡിമേ ഭാവ ദൃഷ്ട ദേഹസ്യ ആത്മന. അപ്പൊ ജന്മം മുതൽക്കുള്ളതായിരിക്കുന്ന 6 ദൃഷ്ട കാണപ്പെടുന്നുണ്ട്. എവിടെ കാണപ്പെടുന്നുണ്ട്? ദേഹസ്യ ആത്മന. ഈ പറഞ്ഞതൊക്കെ ദേഹത്തെ മാത്രം ബാധിക്കുന്നതാണ്. ആത്മന, ആത്മാവിനെ സംബന്ധിച്ച് ഇതൊന്നും ബാധകമല്ല എന്ന ഉത്തമ ബോധം ഉണ്ടായിരിക്കണം. സപ്തഹിത്വ എന്ന് പറഞ്ഞു. സപ്തഹിത്വ വെച്ചാൽ 7 കളയാനാ പറഞ്ഞത്. അപ്പൊ എന്താ 7? സപ്തവ്യസനങ്ങൾ എന്ന് പറയും. അപ്പൊ ഈ വ്യസനങ്ങൾ കുറേ ഉണ്ട്.
എങ്കിലും പറയാനുള്ള എളുപ്പത്തിന് അതിനെ 7 ആക്കി പറയാം. അത് യുക്താനുസരണം വ്യാഖ്യാനിക്കുകയും ആവാം. അപ്പൊ ഏത് 7? 1 സ്ത്രീ സേവ, തിരിച്ചും വിചാരിച്ചോളൂ. അടുത്തത് മദ്യപാനം. അടുത്തത് അർത്ഥദൂഷണം. അർത്ഥദൂഷണം എന്ന് വെച്ചാൽ ഈ പണം അനാവശ്യമായിട്ട് ചെലവാക്കുക എന്നുള്ളത്. അടുത്തത് വാക്ക് പൗരുഷ്യം, വാ തുറന്നാൽ വേണ്ടാത്ത വർത്താനം പറയാനുള്ളത്. അടുത്ത് ദണ്ഡപൗരുഷ്യം വെച്ചാൽ കായികമായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. അടുത്തത് 6ാമത്തത് അഹങ്കാരം, 7 നിരീശ്വരവാദം. അപ്പോൾ ഈ പറഞ്ഞതായ കാര്യങ്ങൾ സപ്തഹിത്വ സുഖീഭവ, ഈ പറഞ്ഞത് കൃത്യമായിട്ട് അനുഷ്ഠിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതം സുഖമുള്ളതായിട്ട് തീരുന്നു. അങ്ങ് ഒന്നിനും കൊള്ളാത്തവനായിട്ട് കരുതരുത്. ആരെ? ആ ധർമ്മപുത്രരെ, ആ യുധിഷ്ഠിരനെ, അതുപോലെ പാണ്ഡവരെ. എന്നുവെച്ചാൽ ഈ പ്രതികരിക്കാത്തത് ബലമില്ലാത്തതുകൊണ്ടല്ല, അദ്ദേഹത്തിന് വേണേൽ പ്രതികരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ ക്ഷമയുള്ളവനെ ഒന്നിനും കൊള്ളാത്തവനാക്കി തീർക്കരുത്. വിതുര് പറഞ്ഞെന്താ വെച്ചാൽ ഈ ക്ഷമയില്ലാത്തവർക്ക് ഒറ്റ ദോഷം മാത്രമേ ഉള്ളൂ അത്രേ. ക്ഷമയുള്ളവന് ഒറ്റൊരു ദോഷം മാത്രമേ ഈ ക്ഷമയുള്ളവനുള്ളൂ. അതെന്താ ദോഷം? ഏകക്ഷമവതാം ദോഷോ ദ്വിതീയോ നോപലഭ്യതേ. ആകൊരു ദോഷം ഈ ക്ഷമയുള്ളവനുണ്ട്. ദ്വിതീയോ നോപലഭ്യതേ, രണ്ടാമതൊരു ദോഷം അവനെ കുറിച്ച് പറയാനേ ഇല്ല. എന്താ ഈ ക്ഷമയുള്ളവന്റെ ദോഷം? യഥേനം ക്ഷമയായുക്തം അശക്തം മന്യതേ ജനാഹ. അപ്പൊ ക്ഷമയില്ലാത്തവനെ ഈ സമൂഹം വിലയിരുത്തുന്നതല്ലേ, അവൻ ബലമില്ലാത്തവനാണ്. ഒന്നുമില്ലാത്ത അവിവേകികൾ പറയും, ഈ ദുര്യോധനെ പോലെയുള്ളവർ പറയും അവൻ ബലമില്ലാത്തവനാണ് എന്ന് പറയും. അങ്ങനെ കരുതരുത്. അതിബലവാന്മാരനെയാണ് ഈ പാണ്ഡവന്മാര്. അപ്പൊ യുദ്ധത്തിനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞ അങ്ങയുടെ മക്കള് ഒരൊറ്റൊന്നും ബാക്കിയുണ്ടാവില്ല. ഇത്രയൊക്കെ പ്രായമായില്ലേ? ഇത്രയൊക്കെ പ്രായമായ സ്ഥിതിക്ക് ഇരുന്ന് ചിന്തിക്കൂ. ഹേ മഹാരാജൻ, രഥശരീരം പുരുഷസ്യ രാജൻ ആത്മാനിയന്തേ ഇന്ദ്രിയാണി അസ്യ ചാശ്വാഹ തൈരപ്രമത്ത കുശലസദശ്രീ ദാന്തൈ സുഖം യാതി രഥീവധീര. എന്റെ ഏട്ടനായിരിക്കുന്ന അങ്ങ് ഒരു ഉത്തമനും ധീരനുമായിട്ട് തീരണം. ഇങ്ങനെ ഒന്നിനും കൊള്ളാതായിട്ട് പോരുത്, ഉത്തമനും ധീരനുമായിട്ട് തീരണം. ഈ ശരീരം എന്ന് പറഞ്ഞത് ഇതെപ്പോഴും കിട്ടുന്നതല്ല. അത് ഈ കാണുന്ന ശരീരം ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള ഈ ഒരു ശരീരം കിട്ടിയിരിക്കുന്നത്. രഥശരീരം പുരുഷസ്യ രാജൻ. ഈ ശരീരം എന്താ? ഇതിപ്പോ നമുക്ക് കിട്ടിയ ഒരു രഥമായിട്ട് കരുതിക്കോളും. ഇവിടെ ഒരു സാരഥി ഉണ്ടാവണം, അല്ലേ? ഒരു തേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേരാളി ഉണ്ടാവണം. ഇവിടെ തേരാളി ആരാ? ആത്മാ നിയന്തേ. ആത്മാവാകുന്ന അഥവാ ജീവനാകുന്ന ഒരു സാരഥി ഈ ശരീരമാകുന്ന ഈ തേരില് ഉണ്ട്. പിന്നെ തേര് കെട്ടിവലിക്കാൻ എന്താ വേണ്ടേ? കുതിരകൾ ഉണ്ടാവണം. ഇന്ദ്രിയാണി അസ്യ ചാശ്വാഹ. ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളും ഇവിടെയുണ്ട്. എന്നാൽ കുശലസദശ്രീ, നല്ല കുതിരകളെ പൂട്ടിയിട്ടില്ലെങ്കിൽ, അപ്പൊ തേര് കൂട്ടുന്ന സമയത്ത് ഈ കുതിരകളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കുതിരകളെ പൂട്ടണം, അനുസരണയുള്ള കുതിരകളെ പൂട്ടണം. അല്ലെങ്കിൽ പൂട്ടിയ കുതിരകളെ കൊണ്ട് അനുസരിപ്പിക്കണം. ഇല്ലെങ്കിലോ ഈ കണ്ണ് ആ വഴിക്ക് പോയി, കാത് ഈ വഴിക്ക് പോയി, നാക്ക് വേറൊരു വഴിക്ക് പോയി, മൂക്ക് വേറൊരു വഴിക്ക് പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേര് എവിടെ എത്താതെ അത് പൊളിഞ്ഞു പോവുകയുള്ളൂ. ആയതിനാല് നല്ല കുതിരകളെ പൂട്ടിയെങ്കിൽ മാത്രമേ ഈ ഒരു യാത്ര സുഖമുള്ളതായിട്ട് തീരുകയുള്ളൂ. പ്രകാരം മഹാത്മാവായിരിക്കുന്ന ആ വിതുരര് അന്ധനും വൃദ്ധനുമായിരിക്കുന്ന ആ ധൃതരാഷ്ട്രരോട് അന്ന് ആ ഹസ്തിനാപുരിയിലെ വലിയ സഭയിൽ വെച്ച് പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തു. ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അതിന് കാരണം ധൃതരാഷ്ട്രൻ തന്നെയാണ്. ഇത്രയും വലിയൊരു ഉപദേശമൊക്കെ കൊടുത്തിട്ടും ഈ ധൃതരാഷ്ട്രരുടെ ആ ബുദ്ധി അങ്ങോട്ട് തെളിഞ്ഞില്ല. അദ്ദേഹം തലയും ചൊറിഞ്ഞുകൊണ്ട് ചോദിച്ചു,
ഇതൊക്കെ മനസ്സിലാക്കാനും ചിന്തിക്കാനും വലിയ പ്രയാസത. 1 കൊണ്ട് 2-നെ 4 കൊണ്ട് 3-നെ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കണക്കൂട്ടി ഉണ്ടാക്കണ്ടേ? ഇതൊന്നും അല്ലാതെ വേറെ വല്ല വഴിയുണ്ടോ സുഖമായിട്ട് കഴിയാന്ന് ചോദിച്ചു. വഴിയുണ്ട്. അങ്ങയുടെ മക്കളിൽ മൂത്തവനായിരിക്കുന്ന ദുര്യോധനെ ഇവിടുന്ന് പിടിച്ച് നാട് കടത്തിയാൽ മതി, 99 നന്നായി കിട്ടുമെന്ന് പറഞ്ഞു. ഇതും കേട്ടോണ്ടാണ് ദുര്യോധനൻ അങ്ങോട്ട് കയറി വരുന്നത്. നല്ല ചുണ്ടിയായി. ഇവൻ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കണം എന്ന് പറഞ്ഞു. ഈ ഇവൻ എന്നൊക്കെ പറയണത് ആരെ? സ്വന്തം ചെറിയച്ഛനെ. ചെറിയച്ഛൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ തുല്യനായിരിക്കുന്ന ആളാ. വിതുര് പറഞ്ഞു, എന്നെ പുറത്താക്കണ്ട, ഞാൻ പോയിക്കോളാം. അഭിമാനിയാണ് വിതുരെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോയിക്കോളാം. വെറും ഒരു വിതുരരല്ല അവിടുന്ന് ഇറങ്ങിപ്പോയത്. സനിർഗത ഗൗരവ പുണ്യലബ്ധ. അപ്പൊ എന്തെങ്കിലും ഒരു സുഹൃതം ആ കൗരവപക്ഷത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സുഹൃതാണ് ഇന്നിപ്പോ വിതുര രൂപത്തില് അവിടെ നിന്നിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നത്. മഹാഭാരത യുദ്ധം ശ്രീമദ് ഭാഗവതം വർണ്ണിക്കുന്നില്ല. ഭാരത യുദ്ധം വർണ്ണിക്കേണ്ടതായിരിക്കുന്ന ഘട്ടം വന്നാലൊക്കെ ഭാഗവതം തന്ത്രപൂർവം വഴുതി മാറാറുണ്ട്. ഇതാ ഈ വിതുരന്റെ കൂടെയാണ് ഭാഗവതപ്പം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത്. നല്ല കഥാപാത്രമാണ് വിതുരര്. എപ്പോഴെങ്കിലും ഒഴിവുള്ള സമയത്തൊക്കെ ഭാരതത്തിലെയും ഭാഗവതത്തിലെയും കഥാപാത്രങ്ങൾ, ഓരോരോ കഥാപാത്രങ്ങളെയും വേറെ വേറെ എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു പഠനം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഓരോരോ കഥാപാത്രങ്ങളെയും വേറെ വേറെ എടുക്കുക. ഒരു ദിവസം ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ എടുത്ത് ചിന്തിക്കാം. രാമായണം, ഭാരതം, ഭാഗവതം കഥാപാത്രങ്ങൾക്ക് ക്ഷാമൊന്നുമില്ലല്ലോ, എടുത്തോളൂ. അപ്പോൾ ഈ വിതുര ജ്ഞാനമൂർത്തിയാ. ഇദ്ദേഹം പല പല ഇടങ്ങളിലൂടെ യാത്ര ചെയ്തു. 36 കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരിച്ചിങ്ങോട്ട് പോരുന്നത്. ഈ 36-നൊരു പ്രത്യേകതയുണ്ട്. എന്താ വെച്ചാല് ഭഗവാന്റെ സ്വർഗാരോഹണം അപ്പോഴേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഈ വിതുരനെ അറിയണത് ഉദ്ധവരിൽ നിന്നാണ്. ഈ വിതുരര് ഈ കാര്യം അറിയണത്. ഉദ്ധവരും വിതുരും തമ്മിൽ വൃന്ദാവനത്തിൽ വെച്ച് കണ്ടുമുട്ടുണ്ടായി. ഭാഗവതന്മാർ തമ്മിൽ കണ്ടു കഴിഞ്ഞ അന്യമായ ഒന്നും അവർക്ക് ചർച്ച ചെയ്യാണ്ടാവില്ല. അവർക്ക് ആ ഭഗവത് വിഷയങ്ങൾ മാത്രമേ അവർക്ക് പറയാനായിട്ട് ഉള്ളൂ. അവസാനം ഉദ്ധവരുടെ നിർദ്ദേശപ്രകാരം ഈ വിതുരര് പിന്നീട് പോണത് ഹരിദ്വാറിലേക്കാണ്. ഹരിദ്വാറിലെ മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. മൈത്രേയരെ കാണാനാണ് പറഞ്ഞത്. മൈത്രേയരെ കണ്ടു, തൊഴുതു, നമസ്കരിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ചില സംശയങ്ങൾ ഈ വിതുരര് മൈത്രേയരോട് ചോദിക്കണം. വളരെ ചിന്തനീയമാണ് ഈ വിതുരരുടെ പല ചോദ്യങ്ങളും. ഒരുപാട് ചിന്തിക്കാനുണ്ട് നമുക്ക് ഈ ഭാഗവത്തിലൂടെ. ചില ചോദ്യം മാത്രം നോക്കാം. സുഖായ കർമാണി കരോതി ലോകോ നതൈ സുഖം വാന്യതു പാരമംബ വിന്ദേത ഭൂയസ്തത ഏവ ദുഃഖം യത് എത്ര യുക്തം ഭഗവാൻ വതയെന്ന. അപ്പൊ നമ്മളൊക്കെ ഈ പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാച്ചാ സുഖം ഉണ്ടാവണം എന്ന ഉദ്ദേശത്തില. പരസ്പരം കണ്ടു കഴിഞ്ഞാൽ തന്നെ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാ, സുഖല്ലേ സുഖല്ലേ. ആരെയും പറയോ അല്ലാട്ടോ എന്നറിയോ? ഈ സുഖല്ലേ എന്ന് ചോദിച്ചാൽ ഇനി വയ്യാണ്ട് ശ്വാസം വലിക്കുന്ന ആളോടും പോയിട്ട് ചോദിക്കുക സുഖല്ലേ എന്ന് വെച്ചാൽ സുഖാണെന്ന് തന്നെ പറയുള്ളൂ. പിന്നീട് പറയുന്നത് അപകടമായിരിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട എന്താ വെച്ചാൽ ഓരോരോ പ്രവൃത്തികൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പുറകിൽ സുഖം ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ സുഖം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ദുഃഖം കുറേ ബാക്കിയാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് ഇതിൻ്റെ പുറകിലുള്ളതായിരിക്കുന്ന ആ ഒരു യുക്തി എന്താണ് എന്ന് ചോദിച്ചു. അടുത്ത ചോദ്യം, ജനസ്യ കൃഷ്ണാത് വിമുഖസ്യ ദൈവാത് അധർമ്മശീലസ്യ സുദുഃഖിതസ്യ. ശ്രദ്ധിക്കുക, ഈ ജനങ്ങളിലെ പൊതുവിൽ കാണണം എന്താ വെച്ചാൽ ഓരോ കാലം കഴിയും തോറും, ശ്രദ്ധിച്ചു കേൾക്കുക, ഓരോരോ കാലം കഴിയും തോറും ഈ ജനങ്ങളിലെ ആധ്യാത്മിക ചിന്തനം കുറഞ്ഞു വരികയാണ്. വിഷയാശികള്, വിഷയ ആസക്തി ആണ് അടിക്കടി കൂടി 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 വരുന്നത്. എന്തുകൊണ്ടാണ്
ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം? എങ്ങനെ ജനങ്ങളെ ഈ ഒരു മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം? അതിനുള്ള ഒരു വഴി എന്താണ്? അതൊന്ന് കൃത്യമായിട്ട് ഒന്ന് പറഞ്ഞു തരണം. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ തന്നെ നോക്കിക്കോളൂ. നമ്മൾ ഓരോ കാലം കഴിയും തോറും ഈ ആധ്യാത്മികതയുടെ താല്പര്യം കുറയുക തന്നെയാണ്. ഇപ്പൊ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ കുറച്ചു കാലമായിട്ട് ഈ സപ്താഹ മേഖലയിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. അനുഭവത്തിൽ പറഞ്ഞ മുമ്പ് കാലത്ത് കുറച്ച് കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ മുമ്പിലിരിക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു. കുട്ടികളെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഭൂരിപക്ഷം ഈ സപ്താഹത്തിൽ കാണുന്നത് 60-ന്റെ മുകളിലോട്ടുള്ളവരെ മാത്രം. അതിന് താഴോട്ടുള്ളവരെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ്. അതിന് മുകളിലോട്ടുള്ളവരെ മാത്രമേ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു രസമായിട്ട് ഇങ്ങനെ ആലോചിക്കും, ഈ ഇരിക്കുന്ന കസേലകളിൽ ഇതിപ്പോൾ കാലാകാലം ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. കുറച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് ഇവിടെ നിന്ന് പോവില്ലേ? അപ്പം ഒഴിയുന്ന കസേലകളിലേക്ക് ഇരിക്കാൻ ആരെങ്കിലുമൊക്കെ വരണ്ടേ? വേണ്ടേ? വരണം. എന്തുകൊണ്ട് വരുന്നില്ല? കുട്ടികളുടെ കുറ്റമല്ല കേട്ടോ, അങ്ങനെ പറയില്ല. ഇത് പലപ്പോഴും നമ്മുടെ ഒരു കയ്യബദ്ധം ഉണ്ടായില്ല. എന്താ വെച്ചാൽ ഇന്നത്തെ മക്കൾക്ക് നാം ഈ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞു കയ്യിൽ. ഇത് കൊടുത്തതോട് കൂടിയിട്ട് ഈ വഴിക്ക് അവർ വരണത് നിന്നു തന്നെ വേണം പറയാൻ. ആരും വരുന്നില്ല. താല്പര്യം കാലം കഴിയുന്തോറും കുറഞ്ഞു വരികയാണ്. എന്നാ ഇതിന് വേറെ വല്ല കാര്യക്രമങ്ങളായിരുന്നു എന്ന് കരുതുക, എന്തെങ്കിലും ഒരു അടിച്ചുപൊളി കാര്യക്രമങ്ങളായിരുന്നു എന്ന് കരുതുക, ഒരുപാട് പേര് പങ്കെടുക്കാനുണ്ടാവും, വരാനുണ്ടാവും. ഏതായാലും ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ലൊരു സന്തോഷമായി. എന്താ വെച്ചാൽ സുദർശനേച്ചിയുടെ ഷഷ്ടിപൂർത്തി, രഘുവേട്ടൻ്റെ ആ ഒരു നല്ലൊരു മനസ്സുകൊണ്ടും ഇങ്ങനൊരു സത്രം, ഇത് വേണമെങ്കിൽ വേറെ പല വഴിക്ക് കഴിക്കാമായിരുന്നു അല്ലേ? ഒരു കേക്ക് മുറിയോ അല്ലെങ്കിൽ പടക്കം പൊട്ടിച്ചിട്ടോ നാടകം വെച്ചിട്ടോ. അതൊന്നും അല്ലല്ലോ. ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഈ ഭൂഗോളത്തില് ഈ മനസ്സുള്ളവർ കുറയും. ഇങ്ങനെ ആഘോഷിക്കാം, പിറന്നാൾ ഇങ്ങനെ ആഘോഷിക്കാം എന്ന് ചിന്തിക്കുന്നവർ വിരളമായിരിക്കും. അത് കാലത്തിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പൊ പഴയ കാലത്തൊക്കെ, ഇപ്പൊ നമ്മുടെയൊക്കെ ഇല്ലങ്ങളിൽ പിറന്നാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലങ്ങൾ എന്ന് പറയാൻ കാരണം കൂടുതൽ പരിചയമുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എല്ലാ ഭവനങ്ങളും അങ്ങനെയായിരിക്കും. പിറന്നാള്, ഒരു കുട്ടിയുടെ പിറന്നാളുണ്ടെങ്കിൽ എന്ത് ചെയ്യും? രാവിലെ ഒരു ഗണപതി ഹോമം ഉണ്ടാവും, ഒരു കറുകഹോമം ഉണ്ടാവും, ഒരു വിസ്തരിച്ച് തേവാരം ഉണ്ടാവും. അടുത്തുള്ള ക്ഷേത്രത്തിൽ വിശേഷ വഴിപാടുകൾ എന്താ വെച്ചാൽ അതൊക്കെ കഴിക്കും. ബന്ധുക്കളെയൊക്കെ വിളിക്കും. എപ്പോഴാണ് വിളിക്കുക? ഉച്ചയ്ക്ക് ഒരു സദ്യക്കായിട്ട് ബന്ധുക്കളെയൊക്കെ വിളിക്കും. വൈകുന്നേരം ഒരു അന്ത്യ നമസ്കാരം അഥവാ ഭഗവതി സേവ, പത്മട്ടൊരു ഭഗവതിക്കൊരു പൂജയൊക്കെ കഴിക്കും. ഒക്കെ സാധാരണ ഒരു സമ്പ്രദായത്തിൽ പെട്ടതാണ്. ഇന്ന് ആ സംസ്കാരം പലതും നമ്മുടെ ഇടയിൽ നിന്ന് മറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണത്. ഇവിടെ വിതരുടെ ചോദ്യം തന്നെയാണ്, ഈ കൈവിട്ട് പോകുന്ന സമൂഹത്തെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാം? വർത്തമാനകാലത്ത് നമ്മുടെ സമൂഹം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുക തന്നെയാണ്. സത്യം പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. വിട്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കണ്ട, സത്സംഗത്തിൽ പോയിട്ടിരിക്കണ്ട, ഭാഗവതം കേൾക്കണ്ട. ഇതിപ്പോ പെട്ടെന്ന് രാവിലെ എണീറ്റ് ഇങ്ങോട്ട് വന്നതൊന്നുമല്ലല്ലോ. ആണോ? രാവിലെ എഴുന്നേറ്റ് വന്നാണോ? ഒരിക്കലും അല്ല. ഒന്ന് പഴയ കാലം ആലോചിച്ചു നോക്കൂ. നമ്മുടെ മാതാപിതാക്കള് നല്ല ശിക്ഷണം നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് ഇന്ന് ഈ ഭാഗവതം കേൾക്കാൻ കാരണം. അപ്പോൾ നമ്മുടെ ഗുരുക്കന്മാരോട്, നമ്മുടെ മാതാപിതാക്കളോട് നമുക്കൊരു ബാധ്യതയുണ്ട്. അതെന്താ? അപ്പൊ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ദക്ഷിണ എന്താണെന്ന് വെച്ചാൽ, അവർ എന്താണോ നമുക്ക് പകർന്നു തന്നിരിക്കുന്നത് അത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക, നിർബന്ധിക്കുക. അപ്പോൾ നാം ഇത് കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കുന്നില്ല എന്ന് വയ്ക്കുക. കഷ്ടിച്ച് ഇന്നത്തെ കാലത്തെ കുട്ടികൾ വരെ അത്യാവശ്യമൊക്കെ കാണുന്നുണ്ടാവാം നാമം ജപിക്കുന്നതും അമ്പലത്തിൽ പോണതും. പക്ഷെ അവര് മനസ്സിലാക്കണത് പോയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
കേട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാ നമ്മുടെ കുട്ടിക്കാലത്ത് അങ്ങനെയല്ല. ചിലപ്പോൾ നാമം ജപിച്ചാലേ പച്ചവെള്ളം കിട്ടുള്ളൂ. ഇല്ലേ? സന്ധ്യയ്ക്ക് ഇരുന്ന് എന്തൊക്കെ ജപിച്ചിട്ടുണ്ടാവണം. സന്ധ്യയ്ക്ക് ഇരുന്ന് ചൊല്ലിയില്ലേ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ അല്ലേ? അശ്വതി, ഭരണി, കാർത്തിക, ചിങ്ങം, കന്നി, തുലാം, ഗുണഘോഷം 1 മുതൽ 10 വരെ. അതൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് അടുത്ത തലമുറയ്ക്ക് ഇതൊക്കെ ഒന്ന് പകർന്നു കൊടുത്തുവിടാനാണ്? അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഈ മാർഗത്തിലേക്ക് ഒഴുകി വരുന്നവർ കുറഞ്ഞു വരും. ഇവിടെ വിതുരന്റെ ചോദ്യം എന്താ വെച്ചാൽ, എങ്ങനെ ഈ വഴി വിട്ടു പോകുന്ന ആളുകളെയൊക്കെ, ദൂരം പോയിട്ട് നടക്കുന്ന ആളുകളെയൊക്കെ എങ്ങനെ ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരാം, അതൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരണം. ഇനി അടുത്തൊരു ചോദ്യം, ഒരുപാട് അവതാരങ്ങൾ ഭഗവാൻ എടുത്തു എന്ന് പറഞ്ഞു. എന്തിനാണ് ഭഗവാൻ ഈ അവതാരങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്? എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? എന്താ വെച്ചാൽ അതും ഒന്ന് പറഞ്ഞു തരണം. അടുത്തത്, ഒന്നായ ഈശ്വരൻ എന്തേ പലതായിട്ട് കാണുന്നു? ഇപ്പൊ നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആരാധനാ സമ്പ്രദായങ്ങളുണ്ട്. എന്നാ ഒക്കെ ഒന്ന് തന്നെയല്ലേ? എന്താ സംശയം? ഒക്കെ ഒന്ന് തന്നെയാണ്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ ഇങ്ങനെ പറയാൻ തൽക്കാലം നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഈശ്വരൻ ഒന്നേ ഉള്ളൂ സർവരും പറയാറുണ്ട്. പക്ഷേ ഈ ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ വേറെ, ഈശ്വരൻ വേറെ. എന്നാൽ ഈശ്വരനേ ഉള്ളൂ അദ്വൈത. അപ്പൊ ഈശ്വരനേ ഉള്ളൂ എന്ന് പറഞ്ഞാലോ, ഈശ്വരനല്ലാതെ, ഭഗവാനല്ലാതെ വേറെ എന്താ ഉള്ളത്? അത് മനസ്സിൽ നന്നായിട്ട് ഉറപ്പിക്കാൻ തന്നെയാണ് അന്ന് അർജുനന് വിഭൂതി മാർഗങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തത്. അത് ഉറപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ രുചിക്കനുസരിച്ച് ഭഗവാനിലേക്ക് എത്തുക. ചിലർ പറയും എനിക്ക് കൃഷ്ണനെ ഇഷ്ടം, ആയിക്കോട്ടെ. ചിലർ പറയും എനിക്ക് കൃഷ്ണനെ ഇഷ്ടമല്ല, രാമനെ ഇഷ്ടം, ആവട്ടെ. ചിലർ പറയും അയ്യപ്പനെയാണ് ഇഷ്ടം, ചിലർ പറയും ഭഗവതിയാണ് ഇഷ്ടം, സുബ്രഹ്മണ്യനെ ഇഷ്ടം, ആരെയോ ആയിക്കോട്ടെ. പക്ഷെ ആരെ പ്രേമിച്ചാലും വേണ്ടില്ല, ആരെ സ്നേഹിച്ചാലും വേണ്ടില്ല, അവസാനം എത്തുന്നതൊക്കെ ഒരിടത്താ. ഏകാദശത്തില് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട ഉദ്ധവരെ, ആ വൃന്ദാവനത്തിലെ ഗോപീജനങ്ങൾ ഉണ്ടല്ലോ, എന്നെ കണ്ടു കേട്ടോ. ചിലര് മൽക്കാമ രമണം, ചിലര് എന്നെ കണ്ടത് ഒരു കാമുകനായിട്ടാണ്, ചിലര് എന്നെ കണ്ടിരിക്കുന്നത് ഒരു ജാരനായിട്ടാണ്, ചിലര് എന്നെ കണ്ടത് ഒരു സഹോദരനായിട്ടാണ്, ചിലര് എന്നെ കണ്ടത് ഒരു മകനായിട്ടാണ് കണ്ടത്, ഒരു സുഹൃത്തായിട്ട് കണ്ടവരുണ്ട്. എങ്ങനെയോ കണ്ടോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർ ഇങ്ങോട്ട് എങ്ങനെ കാണണം എന്നുള്ളത്. എങ്ങനെ കണ്ടാലും അതൊന്നും ഇവിടെ ബാധകമല്ല. അതൊന്നും ഇങ്ങോട്ട് അടുപ്പിക്കാനും പോകില്ല, ഇവിടെ ബാധകമല്ല എൻ്റെ ഉദ്ധവരെ. പക്ഷേ അവർ പല പല ഭാവത്തിൽ കൃഷ്ണനെ പ്രേമിച്ചു എങ്കിലും, ശ്രദ്ധിക്കണേ, അവർ പല പല ഭാവത്തില് ആ കൃഷ്ണനെ പ്രേമിച്ചു എങ്കിലും അവർ കൃഷ്ണനിലല്ല എത്തിയത്. എത്തിയത് ബ്രഹ്മമാം പരമം പ്രാപു. അവർ എത്തിയിരിക്കുന്നത് ആ നിർഗുണമായിരിക്കുന്ന ബ്രഹ്മത്തിലാണ് അവർ എത്തിയിരിക്കുന്നത്. ഏതുപോലെ നദി ഇങ്ങനെ ഒഴുകി സമുദ്രത്തിലേക്ക് ഒഴുകി വരുന്ന സമയത്ത് ആ തിരയാണ് ഇങ്ങനെ മാടി മാടി വിളിക്കുന്നത്. അപ്പൊ ഈ നദി കാണുന്നത് തിരയാണ്. അപ്പൊ ഈ നദി ആദ്യം വിചാരിക്കുക ഞാൻ തിരയോട് സംഗമിക്കാൻ പോവുകയാണ് എന്നാണ്. എന്നാ നദി തിരയിലാണോ ലയിക്കണത്, സമുദ്രത്തിലാണോ ലയിക്കണത്? സമുദ്രത്തിലാ ലയിക്കണത്. കാരണം ആ തിര എവിടെയാ? ആ തിരയുണ്ടായത് സമുദ്രത്തിലാ. ഇതുപോലെ രാമനാവട്ടെ, കൃഷ്ണനാവട്ടെ, അയ്യപ്പനാവട്ടെ, ഭഗവതി ആവട്ടെ, ഭദ്രകാളി ആവട്ടെ, ഏത് മൂർത്തികൾ വേണമെങ്കിലാവട്ടെ, അതൊക്കെ ആ സത്യമായിരിക്കുന്ന സനാതനമായിരിക്കുന്ന ആ ബ്രഹ്മം തന്നെയാണ്. അവസാനം എത്തേണ്ടതും അവിടെ തന്നെയാണ്. ആ ഒരു മാർഗമാണ് കൂടുതലായിട്ട് അറിയണം എന്ന് ആ വിതുരര് ചോദിക്കണത് ആരോടാ? ആ മൈത്രേയ മഹർഷിയോട്. എനിക്ക് ഭഗവത് സ്മരണം ഉളവാക്കുന്ന കാര്യങ്ങളല്ലാതെ അല്ലാത്തതൊന്നും എനിക്ക് അറിയണ്ട എന്ന് അടിവരയിട്ട് വിതുരർ പറഞ്ഞു. ഇത്രയും പറഞ്ഞ് നമസ്കരിച്ചു. മൈത്രേയർ പറഞ്ഞു, വിതുര, അങ്ങ് ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ ചോദിച്ചതിൽ എനിക്ക് ഒട്ടും അതിശയം തോന്നണില്ല. അങ്ങ് ആരാ?
ആ പഴയ കഥ അവിടെ ഇങ്ങോട്ട് പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തു. ശ്രദ്ധിക്കണേ. പണ്ട് മാണ്ഡവ്യൻ എന്ന് പേരുള്ള ഒരു മഹർഷി, ഇദ്ദേഹം തൻ്റെ ആശ്രമത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരു കള്ളൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ രാജകൊട്ടാരത്തിൽ മോഷണം നടത്തി ആ മോഷണം മുതലായിട്ട് കാട്ടിലേക്ക് ഓടി. ഭടന്മാർ പുറകെ ഓടണ്ടേ. അങ്ങനെ ഓടി 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 അവൻ കാട് കയറുന്നത് ഇവർ കണ്ടു. അവൻ ഓടി കയറിയത് ഈ ആശ്രമത്തിനകത്താണ്. അവൻ ഏതോ വഴിക്ക് രക്ഷപ്പെട്ടു. ആ മോഷ്ടിച്ചെടുത്ത മുതൽ ആശ്രമത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് അവൻ ഏതോ വഴിക്ക് രക്ഷപ്പെട്ടു. പിന്നെ വന്ന് എടുക്കാന്നാണ് വിചാരിച്ചത്. ഈ ഭടന്മാർ പിന്നാലെ വന്ന സമയത്ത് കള്ളനെ കണ്ടതുമില്ല. ഇവിടെ മുറ്റത്ത് ധ്യാനത്തിലിരിക്കുന്ന മാണ്ഡവ്യരെ കണ്ടു. കുറേ കഴിഞ്ഞപ്പോൾ ഈ മാണ്ഡവ്യര് പതുക്കെ കണ്ണു തുറന്നു. ധ്യാനത്തിന് കണ്ണു തുറന്നു. കണ്ണ് തുറന്ന ഉടനെ ഈ ഭടന്മാരുടെ ഒരു ചോദ്യമുണ്ട്, കണ്ടുവോന്ന് ചോദിച്ചു. ഈ കണ്ടുവോന്ന് ചോദിച്ച സമയത്ത് കണ്ടു എന്നും പറഞ്ഞു. ഈ ചോദ്യത്തിൽ ഉത്തരത്തിന് ചെറിയ വ്യത്യാസമുണ്ട്. ഈ കണ്ടുവോന്ന് ചോദിച്ചത് കള്ളനെയാണ്. ഇന്ന് ഇദ്ദേഹം കണ്ടു എന്നുള്ളത് ഈശ്വരനെയാണ്, ഭഗവാനെയാണ്. എന്നുവെച്ചാൽ ധ്യാനത്തിനല്ലേ കണ്ണു തുറന്നത്. അപ്പൊ ധ്യാനത്തിന് കണ്ണു തുറന്നപ്പോൾ കണ്ടു എന്ന് പറഞ്ഞു, ഭഗവാനെ കണ്ടു എന്ന് പറഞ്ഞു. ഉടനെ വന്നു അടുത്ത ചോദ്യം, എവിടെയുള്ളത് എന്ന് ചോദിച്ചു. നമുക്കാണെങ്കിൽ സംശയം ഉണ്ടാവും, പക്ഷെ അദ്ദേഹത്തിന് സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന് സംശയമൊന്നും ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു അകത്തുണ്ടെന്നും പറഞ്ഞു. അപ്പൊ ഇവര് വിചാരിച്ചെന്താ, കള്ളൻ അകത്തുണ്ടതാ. എന്നാ ഇദ്ദേഹം പറഞ്ഞെന്താ, ആ ഈശ്വരൻ അകത്തുണ്ട്. അത് ഇവർക്ക് മനസ്സിലായില്ല. ഇവര് അകത്ത് പോയി നോക്കി. അകത്ത് പോയി നോക്കിയ സമയത്ത് കള്ളന് കിട്ടിയില്ല, പക്ഷെ മോഷണം പോയ മുതൽ കിട്ടി. ഇതന്നെയാ വലിയ കള്ളൻ എന്ന് പറഞ്ഞ് മാണ്ഡവ്യരെ പിടിച്ചുകൊണ്ടുപോയി. ഈ മാണ്ഡവ്യർക്ക് രാജാവ് വലിയ ശിക്ഷയും കൊടുത്തു. ശൂലത്തിന് മുകളിൽ കിടക്കാനുള്ളതായ ഒരു ശിക്ഷ. സാധാരണ അങ്ങനെയൊക്കെ കിടത്തി കഴിഞ്ഞ ആൾ ബാക്കിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ 2 മാസത്തോളം ഇദ്ദേഹം വേദന മുഴുവൻ അനുഭവിച്ച് ആ ശൂലത്തിൽ കണ്ട് കിടക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് ഈ കള്ളന്റെ മനസ്സങ്ങോട്ട് മാറി. ഈ കള്ളനാവട്ടെ രാജാവിൻ്റെ മുമ്പിൽ ഹാജരായിട്ട് സത്യം പറഞ്ഞു. അപ്പോൾ രാജാവിന് വലിയ വിഷമായി. ഈ രാജാവ് എന്ത് ചെയ്തു വെച്ചാൽ ഈ മാണ്ഡവ്യരുടെ അടുത്ത് പോയി ശൂലത്തിന് പിടിച്ച് താഴത്തിറക്കി കാൽക്കൽ വീണ് മാപ്പൊക്കെ പറഞ്ഞു. അങ്ങ് മാപ്പൊന്നും പറയണ്ട, ഈ ശൂലത്തിൻ്റെ മുകളിൽ കിടക്കാനുള്ളത് എൻ്റെ മണ്ടയിലെടുത്ത്, ഇത് മാറ്റാൻ ആർക്കും പറ്റില്ല, അങ്ങേക്ക് നന്മയുണ്ടാവട്ടെ. പക്ഷേ ഈ സാധുക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കാരണം എന്താണെന്ന് ഇവരന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ച് പോയി യമൻ്റെ അടുത്ത്. യമൻ പറഞ്ഞു, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അങ്ങേക്കൊരു ദുസ്വഭാവം ഉണ്ടായിരുന്നു. ഈ ചെറു പ്രാണികളെ ഈ ഈർക്കൽ പൊട്ടിച്ചുകൊണ്ടത് ഇങ്ങനെ കോർക്കുക. ആകെ ഒരു തവണയായിട്ട് ചെയ്തിട്ടുണ്ട്, അത് ഓർമ്മയുമില്ല. എത്രാമത്തെ വയസ്സിലാണ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരു 4-4.5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. അല്ല, 5 വയസ്സ് വരെ അധർമ്മം ബാധിക്കുമോ? ഇല്ല. അപ്പോൾ അധർമ്മം ബാധിക്കാത്തതായിരിക്കുന്ന എന്നെ താങ്കൾ ശിക്ഷിക്കില്ല ചെയ്തത്. ഞാനിതാ അങ്ങേ ശപിക്കുകയാണ്, ഒരു ശൂദ്രനായിട്ട് പോട്ടെ. കൊടുത്തു ശാപം. ഒരു ഭക്തൻ എന്തൊക്കെ ശാപം കിട്ടിയാലും അധപ്പതിക്കില്ല. അത് ഇദ്ദേഹത്തിന്റെ കഥയിൽ വളരെ വ്യക്തമാണ്. ഇവിടെ ശാപം കിട്ടി, ശൂദ്രനായിട്ട് ജനിക്കാനുള്ള. പക്ഷെ ആരുടെ പുത്രനായിട്ടാണ് വന്നത്? വേദവ്യാസന്റെ മകനായിട്ടാണ് വന്നത്. ഇതാ ഇന്ന് കാണുന്ന വിതുരനായിട്ട്. അതാണ് ആ ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകത. ഇനി വിതുരന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയാണ്. തൃതീയവും ചതുർത്ഥവും പൂർണ്ണമായിട്ടും ഈ വിതുര മഹാശയന്റെ ചോദ്യങ്ങൾക്കുള്ളതായ ഉത്തരങ്ങളാണ്. ആദ്യം ബ്രഹ്മാവിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞു, നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഭഗവാൻ ഈ ബ്രഹ്മാവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് സൃഷ്ടിക്കാനുള്ളതായിരിക്കുന്ന ഒരു അനുവാദമാണ് ആദ്യം കൊടുത്തത്. പല തരത്തിലുള്ള സൃഷ്ടികളാണ് ഭഗവാന്റെ കടാക്ഷത്താൽ ഈ ബ്രഹ്മാവ് ചെയ്തത്. അതിൽ കാലത്തെ അദ്ദേഹം ചിട്ടപ്പെടുത്തി. കാലത്തിൻ്റെ ഏറ്റവും ചെറിയൊരു അംശം പരമാണു, കുറേ പരമാണുക്കൾ ചേർന്ന അണുവായി, അണുക്കൾ കുറേ ചേർന്ന നിമിഷമായി, നിമിഷങ്ങൾ കുറേ ചേർന്ന നാഴികയായി, നാഴിക 60 എണ്ണം ചേർന്ന അത് ഒരു ദിവസമായി, ദിവസം 15 എണ്ണമായ ഒരു പക്കായി, 2 പക്കം വന്ന ഒരു മാസമായി, 6 മാസം വന്ന ഒരു അയനമായി, അയനം 2 എണ്ണം കഴിഞ്ഞാൽ അതൊരു വർഷമായി. അപ്പോൾ നമ്മുടെ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാരെ സംബന്ധിച്ച് അത് ഒരു ദിവസം. ക്ഷേത്രത്തിലൊക്കെ കൊല്ലത്തിലൊരിക്കൽ ഉത്സവം കഴിക്കാറുണ്ട്. അത് ദേവന് നിത്യോത്സവമാണ്. ദേവന്മാരുടെ ഏതാനും വർഷം ദിവ്യസംവത്സരം, ദിവ്യസംവത്സരങ്ങൾ ഏതാനും ചേർന്ന് കഴിഞ്ഞാൽ അത് ഒരു ചതുർയുഗമായി ഭൂമിയിൽ
1000 ചതുർയുഗം ഭൂമിയിൽ കടന്നുപോയ ബ്രഹ്മാവിന് ഒരു പകലായി. അപ്പോൾ സമയം അത്രയും വ്യത്യാസം വന്നു. ബ്രഹ്മാവിൻ്റെ ഒരു പകല് എന്ന് വെച്ചാൽ കൽപ്പം എന്ന് പറയും. ഇനി ആ 1000 ചതുർയുഗക്കാലം ബ്രഹ്മാവ് ഉറങ്ങും. ഈ ബ്രഹ്മാവ് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും ബാക്കി ഉണ്ടാവുന്നില്ല. അടുത്ത കൽപ്പത്തിൽ വീണ്ടും ആദ്യം മുതൽ സൃഷ്ടിയാണ്. ഇനി ഭഗവാന്റെ സമയമാണെങ്കിലോ ഇത് നമുക്ക് ഗണിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയാണ് ആ ഭഗവാന്റെ സമയം. ഉലകു സൃഷ്ടിച്ചു ഭരിച്ചു സംഭരിച്ചിളകുന്ന ചില്ലിയുകള ഭംഗിയം. ഒരു ത്രുടി എന്ന് പറയും. ഒന്നിങ്ങനെ കണ്ണടച്ച് തുറക്കണ നേരം. ഈ കണ്ണടച്ച് തുറക്കണ നേരം കൊണ്ട് അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹാരം വരെ അവിടെ അങ്ങോട്ട് കഴിയുന്നു. പിന്നീട് ബ്രഹ്മാവ് സനകാദികൾ സൃഷ്ടിച്ചു. അവർ ഊർധ്വരേതസ്സുകളായിട്ട് പോയി. പെട്ടെന്നൊരു ദേഷ്യം ഉണ്ടായി. ആ ദേഷ്യഭാവത്തിൽ വന്നതാണ് സാക്ഷാൽ രുദ്രൻ. പിന്നീട് ബ്രഹ്മാവിന് തോന്നി ഇനിയുള്ള സൃഷ്ടി ഒരു അപൂർണത ഉണ്ടാവണം നിശ്ചയിച്ചു. അങ്ങനെ മാനവരാശിയിൽ ആദ്യത്തെ പുരുഷനെ സൃഷ്ടിച്ചു. അത് സ്വയംഭു. സ്വയംഭുവിൽ നിന്നുണ്ടായതുകൊണ്ട് സ്വയംഭുച്ച ബ്രഹ്മാവ്. അദ്ദേഹം മനു, സ്വയംഭു മനുവായി. ആദ്യത്തെ സ്ത്രീ രൂപം അത് ശതരൂപ. അവരുടെ മനസ്സുകൾ തമ്മിൽ യോജിച്ചു. ഇനി എവിടെ താമസിക്കും എന്ന ചിന്തയായി. ഭൂഗോളം, നിങ്ങൾ താമസിക്കേണ്ടത് അവിടെയാണ്. അപ്പോൾ എവിടെയാണ് ഈ ഭൂമിയുള്ളത്? അവർ സർവത്ര എല്ലായിടത്തും പോയി നോക്കി. എവിടെ നോക്കിയിട്ടും ഈ ഭൂമിയൊട്ട് കണ്ടു കിട്ടിയതുമില്ല. ഒടുക്കം അച്ഛനായ ബ്രഹ്മാവിൻ്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞു. ബ്രഹ്മാവും ഒരുപാട് ഇടത്ത് അന്വേഷിച്ചു. അദ്ദേഹത്തിനും ഈ ഭൂമി കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചതേയില്ല. ഒടുക്കം ബ്രഹ്മാവ് തൻ്റെ സ്ഥാനത്തിരുന്ന് കണ്ണടച്ച് നല്ലവണ്ണം അങ്ങോട്ട് ധ്യാനിച്ചു. ഇതി അഭിധ്യായതോ നാസ വിവരാൽ സഹസാനഘ വരാഹതോ ഗോ നിരഗാത് അങ്കുഷ്ട പരിമാണക. പെട്ടെന്ന് ആ മൂക്കിൻ്റെ ഉള്ളത് അങ്ങനെ എന്തോന്ന് ഇളകണത് പോലെ തോന്നി. അങ്കുഷ്ട, ചെറിയ രൂപത്തിൽ പുറത്തേക്ക് ചാടി. പുറത്ത് ചാടേണ്ട താമസം വളർന്ന് 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 വലുതായി. ഒറ്റ ചാട്ടം കാരണജലത്തിലേക്ക്. പിന്നെ കുറേ സമയം ഒച്ചയില്ല, അനക്കമില്ല. എവിടെ പോയിച്ച് നോക്കുമ്പോഴോ കാണാൻ സാധിക്കുന്നുണ്ട്. ശബ്ദം കേട്ടു. ആ വരാഹമൂർത്തിയുടെ ശബ്ദം കേട്ടു. താൻ അന്വേഷിക്കുന്നതായ ആ ഭൂഗോളത്തെ മൂക്കൻ്റെ മുകളിൽ തേറ്റകളുടെ ഇടയിൽ ഇറക്കി വെച്ച് ഉയർന്നു വരുന്നതായിരിക്കുന്ന ജഗതോദ്ധാരകനായിരിക്കുന്ന ആ ശ്രീ വരാഹമൂർത്തിയെ കാണാനായിട്ട് സാധിച്ചു. ആ വരാഹാവതാരം എന്നും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തേ വരാഹത്തിൻ്റെ പ്രത്യേകത? എന്ത് മാലിന്യങ്ങളാണെങ്കിലും ഈ വരാഹസ്പർശം വന്നു കഴിഞ്ഞാൽ അത് ശുദ്ധമായിട്ട് തീരുകയാണ്. ഈ ഹൃദയത്തിനകത്ത് ഒരുപാട് മാലിന്യങ്ങളുണ്ട്. രാഗ, ദ്വേഷ, മത, മത്സര ഇത്യാദി മാലിന്യങ്ങൾ മുഴുവൻ കരുണാമയനായിരിക്കുന്ന ശ്രീ വരാഹമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് ഇല്ലാതായി തീർന്ന് നമ്മുടെ ജീവിതം ശബ്ദാർത്ഥം പോലെ വരാഹം ശ്രേഷ്ഠമായ ദിനങ്ങളായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.